എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വേപ്പിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും വേപ്പിൻ്റെ പൊടി നീം പൗഡർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിനി ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇനിയും പൗഡർ എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും മിക്ക വീടുകളിലും ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു വേപ്പിൻ്റെ മരം അല്ലേ. അപ്പം വേപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അപ്പം ഇത് എന്തൊരു ആരോഗ്യ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസിനും ഒക്കെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പൗഡറാണ് ഈ ഒരു നീം പൗഡർ. ചിക്കൻ ബോക്സ് വന്നവർക്ക് പോലും നീമാണ് സജസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് നമുക്ക് അകത്തേക്ക് കഴിക്കാനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പുറത്തും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും, അതുപോലെ ടോക്സിൻസിനെയൊക്കെ ബോഡിയിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇൻസെക്റ്റ് ബൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അൾസറൊക്കെ ക്യൂർ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബോഡിയിലുള്ള വേംസിനെ കളയാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്കിന്നിന് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ സ്കിന്നിൽ എസിമ, അതുപോലെ സോറിയാസിസ്, അതുപോലെ ആക്നെ, ബ്ലാക്ക് ഹെഡ്സ്, അതിനൊക്കെ ഇത് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ജസ്റ്റ് നീമിൻ്റെ പൊടി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ പിമ്പിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആക്നയുടെ മുകളിൽ വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ പിമ്പിൾ മാറാനും ഒക്കെ ബെസ്റ്റാണ്. അതുപോലെ തന്നെയാണ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സിനും ഒക്കെ നല്ലൊരു റെമഡിയാണിത്. ഇതിൽ നാച്ചുറലായിട്ടുള്ള മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ സ്കിന്നിലത്തെ ഡ്രൈനെസ്സിനെയൊക്കെ ഇത് ട്രീറ്റ് ചെയ്യും. സ്കിന്നിലത്തെ pH ബാലൻസിനെ റീസ്റ്റോർ ചെയ്യാനും ഇത് ബെസ്റ്റാണ്. സ്കിന്നിലത്തെ സെൽസിനെ ഇത് നറിഷ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിനെ യങ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നീമിൻ്റെ ടോണറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹെയറിൻ്റെ കാര്യത്തിൽ ഡാൻഡ്രഫിനെ കളയാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ്. സ്കാൽപ്പിനെ ഒന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ പെയിന് തലയിലുള്ളവർക്കും ഇത് ബെസ്റ്റാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഹെയറിന് വോളിയം കൂട്ടാനും ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യാനും കണ്ടീഷൻ ചെയ്യാനും മുടിക്കൊരു തിളക്കം കൊടുക്കാനും ഒക്കെ നീം പൗഡർ നല്ലതാണ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിയുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയിട്ട് മുടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. പിന്നെ ഇത് ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അതുപോലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇൻഫെക്ഷൻസിനെയൊക്കെ ഒരു അകലത്തിൽ നിർത്താനും ഒക്കെ ഇത് ബെസ്റ്റാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ലിലെ കറകളൊക്കെ മാറ്റാനും ഒക്കെ നീം ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ച് അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ നമ്മൾ ഓവറായിട്ട് നീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതായത് കിഡ്നി ഡാമേജ്, ലിവർ ഡാമേജ്, അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കുട്ടികൾക്കും നമ്മളിത് യൂസ് ചെയ്യില്ല. അപ്പം ഇത്രയൊക്കെയാണ് നീമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ നീം പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണിക്കാം. അളവൊന്നും ഞാൻ പറയണില്ല. എനിക്കിപ്പം ഒരു പിടി നീം ലീവ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി ഒരു 2-3 തവണ കഴുകി, കാരണം ഒരുപാട് പൊടിയും അതുപോലെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണ ഞാനിത് കഴുകി. എന്നിട്ട് ഞാനിത് വെയിലിൽ വെച്ചിട്ടല്ല ഉണക്കിയത്, തണലിൽ വെച്ചിട്ടാണ് ഉണക്കിയത്. ഒരു 2-3 ദിവസം ആവുമ്പോഴേക്കും ഇത് നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ കൈനെ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പം ഇത് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മളിതൊരു മിക്സിയിലിട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം, എന്നിട്ട് അരിച്ചെടുക്കണം. ഈ അരിച്ച ആ ഒരു പൊടിയാണ് ഈ കാണുന്നത്. ഇതാണ് നീം പൗഡർ. അപ്പോൾ ഈ ഒരു പൗഡർ നമുക്ക് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടും സ്കിന്നിന് വേണ്ടിയിട്ടും അതുപോലെ അകത്ത് കഴിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.